സംസ്ഥാന ജലപാതയുടെ കോവളം മുതൽ കൊല്ലം വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ ഭാഗം വരെയുള്ള ഭാഗം ഈ വർഷം അവസാനം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് പ്രതീക്ഷിച്ചത്. തിരുവനന്തപുരത്ത് പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികളും ഇഴയുന്നതോടെ പദ്ധതി ഇനിയും വൈകാനാണ് സാധ്യത. കോവളം മുതൽ ബേക്കൽ വരെ 616 കിലോമീറ്റർ നീളുന്ന ജലപാത 2026 പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വർഷം പൂർത്തിയാകേണ്ട തിരുവനന്തപുരത്തെ ഭാഗങ്ങളിൽ പോലും ഒന്നും ആയിട്ടില്ല. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഭാഗമായ പാർവതി പുത്തനാർ വൃത്തിഹീനമാണ്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇതുവരെ ആയിട്ടില്ല. ജലപാതയുടെ ഭാഗമായ തിരുവനന്തപുരം പാർവതി പുത്തനാറിൽ നിലവിൽ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. സ്ഥലമേറ്റെടുപ്പ്, പുനരധിവാസ നടപടികളും പ്രദേശത്ത് നടക്കുന്നില്ല. 900ഓളം കുടുംബങ്ങളെയാണ് ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടത്. നഷ്ടപരിഹാര തുക നൽകുന്നതിലും കാലതാമസമുണ്ടാകുന്നു. സ്ഥലമേറ്റെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് ആൾക്കാർ ഒഴിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 100-160 കോടി രൂപയുടെ ഓൾറെഡി എക്സ്പെൻസ് ആയി കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ആദ്യം കാണുന്ന ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നേരത്തെ പാർവതി പുത്തനാറിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഭീമമായ ചിലവ് കാരണമാണ് നടപടികൾ അവസാനിപ്പിച്ചതെന്നാണ് സൂചന. ഉൾനാടൻ ജലഗതാഗത വകുപ്പും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പാർവതി പുത്തനാറിന് തീരത്ത് താമസിക്കുന്നവർ പറയുന്നു. ഇത് എൻ്റെ ലെങ്ത്തും ഏതെങ്കിലും ഒരു ഏജൻസി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് സബ് റീച്ചുകളായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി സൗകര്യമായിരിക്കും. കാരണം വൃത്തിയാക്കാൻ സൗകര്യമായിരിക്കും. വ്യത്യസ്തമായ ഏജൻസികൾ ഇത് ഏറ്റെടുക്കുകയും അവർക്കിത് വൃത്തിയാക്കാനുള്ള സംവിധാനം കൂടുതൽ സൗകര്യപ്രദമാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. ഈ വർഷം ആക്കുളം മുതൽ ചേറ്റുവ വരെ ആദ്യഘട്ട കമ്മീഷനിങ്, അടുത്ത വർഷം വടകര മാഹി സ്ട്രെച്ച്, 2026 കോഴിക്കോട് കനാൽ സിറ്റി പദ്ധതി. ഇങ്ങനെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നടപടികൾ ഇനിയും വൈകിയാൽ 2026 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ല. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം.